ഹലോ. സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണല്ലേ. എല്ലാവരും മക്കളെ സ്കൂളിൽ പറഞ്ഞയക്കാനുള്ള ഒരുക്കത്തിലൊക്കെയാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കുന്നതും ഒക്കെ തിരക്കിലാണ്. കുട്ടികളും സ്കൂൾ തുറക്കാനായതിൻ്റെ സന്തോഷത്തിലുണ്ടായിരിക്കും, അതേപോലെ സ്കൂൾ തുറക്കാനായല്ലോ എന്ന വിഷമത്തിലും ഉണ്ടായിരിക്കും. പക്ഷേ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു ടീം നമ്മുടെ ഇടയിലുണ്ട്. അതാരായിരിക്കും? നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുട്ടികൾ ഫസ്റ്റായിട്ട് സ്കൂളിലേക്ക് പോകുന്ന, LKG ചേർത്തവരോ അല്ലെങ്കിൽ പ്ലേ സ്കൂളിൽ ചേർത്തവരൊക്കെ ആയിട്ട് ഫസ്റ്റായിട്ട് സ്കൂളിലേക്ക് പോകുന്നവർ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരിക്കും. കാരണം അവർക്ക് പുതിയ ബാഗ്, ബുക്സ് എല്ലാം കിട്ടുന്നു. സ്കൂളെന്ന് പറയുന്ന ഒരു സംഭവം അവർ കേട്ടിട്ടൊന്നുമില്ല. സ്കൂളിലേക്ക് പോകുന്നു, അവിടെ ടീച്ചേഴ്സ് ഉണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരിക്കും അവർ. അപ്പോൾ ഫസ്റ്റായിട്ട് അവർ പോകുന്ന സമയത്ത് അവരുടെ പാരൻസിനും ഉണ്ടാവും കുറച്ച് ടെൻഷൻസൊക്കെ. അപ്പോൾ നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്ന സമയത്ത് ഒന്ന് മനസ്സിലാക്കുക, ഫസ്റ്റ് അവർ നല്ല സന്തോഷത്തിൽ തന്നെ ആയിരിക്കും സ്കൂളിലേക്ക് പോകുന്നുണ്ടാവുക. പോയി അവിടെ എത്തി ക്ലാസ്സിലൊക്കെ കണ്ട് ഇരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ കരയാതെ പോയ കുട്ടികൾ വേറെ ആരെങ്കിലും കരയുന്ന കാണുമ്പോൾ കരച്ചിൽ തുടങ്ങും. അല്ലെങ്കിൽ പാരൻസ് അവിടെ നിന്ന് മാറിപ്പോയിരുന്നു എന്ന് കാണുമ്പോഴായിരിക്കും അവർ കരച്ചിൽ തുടങ്ങുക. അപ്പോഴാണ് അവർക്ക് ഞങ്ങൾ എവിടെയാണോ വന്ന് പെട്ടത് എന്നൊക്കെ ഒരു ഫീലൊക്കെ വരാൻ തുടങ്ങുന്നത്. അങ്ങനെ അവർ ആ സമയത്ത് കരച്ചിലും ബഹളമൊക്കെ തുടങ്ങും. സ്വാഭാവികമാണ്. കാരണം നമ്മുടെ കുട്ടി നമ്മളടുത്ത് നമ്മൾ അടുത്തുനിന്ന് മാറുമ്പോഴും അതുപോലെ മറ്റൊരിടത്തേക്ക് പോകുമ്പോഴും അവർക്കൊരു ടെൻഷനും കരച്ചിലൊക്കെ വന്നില്ലെങ്കിൽ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ പറ്റി കുട്ടിക്ക് എന്നുള്ളതിൻ്റെ. അല്ലാണ്ട് കുട്ടിക്ക് നമ്മളടുത്തുനിന്ന് മാറി നിൽക്കുമ്പോഴും മറ്റൊരിടത്തേക്ക് അപരിചിതമായൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴും കരച്ചിലൊക്കെ വരണം. അത് സ്വാഭാവികമാണ്. അപ്പോഴാണ് കുട്ടിയുടെ ബുദ്ധിവികാസത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ മറ്റൊരു കാര്യം, ചില കുട്ടികളുണ്ടാവും ഭയങ്കര സന്തോഷത്തിൽ തന്നെ ആയിരിക്കും ഫസ്റ്റ്. അത് കണ്ടിട്ട് എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയെന്ന് വിചാരിക്കണ്ട. അവരാദ്യം ഈ ഒരു അന്തരീക്ഷത്തെയൊക്കെ നോക്കി പഠിക്കുന്നു. മറ്റുള്ളവരെയൊക്കെ എന്തിനാണ് കരയുന്നത് എന്നുള്ള നിലയിലൊക്കെ അവരിങ്ങനെ നോക്കി ചിലപ്പോൾ ചിലരെ കളിയാക്കി ചിരിക്കും. ടീച്ചേഴ്സിനെയൊക്കെ ഭയങ്കര കൗതുകത്തോടെ നോക്കും. അങ്ങനെ ഒരാഴ്ചയൊന്നും ചിലപ്പോൾ അവർ കരയണമെന്നേ ഇല്ല. ഒരാഴ്ചയൊന്നും ഒരു കുഴപ്പമില്ലാണ്ട് പോവും. പക്ഷെ ഒരാഴ്ച കഴിയുമ്പോൾ അവർക്ക് ആ എക്സൈറ്റ്മെൻ്റ് എല്ലാം പോവും. അവർക്കത് വലിയൊരു സന്തോഷമൊന്നും തോന്നാതെയാവും. അവർ കരച്ചിൽ തുടങ്ങും. അപ്പോൾ ഫസ്റ്റ് ടൈം കരഞ്ഞ കുട്ടികളുണ്ടാവും. സെക്കൻഡ് ടൈം, അതായത് ഫസ്റ്റ് കരഞ്ഞ കുട്ടികൾ ഒരാഴ്ച ആകുമ്പോഴേക്കും കരച്ചിൽ മാറി സെറ്റാവും. സെയിം ടൈം ഫസ്റ്റ് കരച്ചിലില്ലാണ്ട് ഒരാഴ്ച പോയ കുട്ടികൾ കരയാനും തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പാരൻസ് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികളാണ്, അവർക്ക് നമ്മളടുത്ത് മാറി നിൽക്കുമ്പോഴും അതുപോലെ പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് ചെല്ലുമ്പോഴും അവർ കരയും. അവർ അന്തരീക്ഷമായിട്ട് പൊരുത്തപ്പെട്ട് വരാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇത് കണ്ടിന്യൂസ് ആയിട്ടാണെങ്കിൽ കുട്ടി വല്ലാണ്ട് ടെൻഷൻ അടിക്കുന്നു, കുട്ടി പിന്നെ രാത്രി പേടിച്ച് കരയുന്നു, ഇങ്ങനെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കാണുകയാണെങ്കിൽ അതിന് സെപ്പറേഷൻ ആങ്സൈറ്റി എന്നാണ് പറയുക. അതിൽ ചിലപ്പോൾ നമ്മളൊന്ന് കെയർ ചെയ്യേണ്ടി വരും. ടീച്ചേഴ്സായിട്ടൊക്കെ ഒന്ന് സംസാരിക്കുക. പിന്നെ കുട്ടിക്ക് വേറെ തന്നെ കുറച്ചൊരു അന്തരീക്ഷം അവിടെ സ്കൂളിൽ എന്തെങ്കിലും ഹാപ്പി മൊമെൻറ്റ്സ് ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ ടീച്ചറുമായിട്ട് സംസാരിച്ച്, പിന്നെ പാരൻസും തന്നെ കുട്ടീനെ കുറച്ച് കാര്യങ്ങൾ അവിടെ അവരുടെ ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ സ്കൂളിൽ കുറച്ച് സമയം നിർത്തിയിട്ട് തിരിച്ച് കൊണ്ടുവരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഗ്രാജ്വലി അവരൊന്ന് റെഡിയാക്കി കൊണ്ടുവരാനുണ്ടാവും. തീരെ ശരിയാവുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഒരു കൗൺസിലറുടെ സഹായം തേടേണ്ടിയും വരും. പിന്നെ അതുപോലെ ഇപ്പോൾ നമ്മൾ കുട്ടികളെ തന്നെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവർ വല്ലാണ്ട് ഷൗട്ട് ചെയ്ത് പഠിപ്പിക്കുന്ന സിസ്റ്റം ഒരിക്കലും ചെയ്യേണ്ട. അവർക്ക് ആ പ്രായത്തിൽ ജസ്റ്റ് കൗതുകം മാത്രം മതി. അവർ ആ ബുക്കിലെ പിക്ചറുകളും ലെറ്റേഴ്സൊക്കെ ഒന്ന് കണ്ട് ഇഷ്ടപ്പെടട്ടെ. സാവകാശം അവർ അതിനോട് ഇഷ്ടപ്പെട്ട് പഠിച്ചോളും. നമ്മൾ അവരെ കഷ്ടപ്പെടുത്തി പഠിപ്പിക്കുന്നതിനേക്കാളും തെറ്റ് അതായിരിക്കും. അപ്പോൾ സ്കൂളിലേക്ക് വിടുന്ന സമയത്ത് മക്കൾ കരഞ്ഞിട്ടും കരയാതെയും എല്ലാം ഉണ്ടായിരിക്കും. വളരെ സന്തോഷമായിട്ട് അവർക്കൊരു സ്കൂൾ അന്തരീക്ഷം കൊടുക്കാൻ നമ്മളും തയ്യാറാവുക. അവരോടൊപ്പം നമ്മൾ നിന്നുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തിലൊരു സ്കൂൾ കാലഘട്ടം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ.